അങ്ങനെ നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ വെറുതെ നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കൊല്ലണം അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിൽ കുറച്ച് ത്രില്ലിംഗ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് ഫൈറ്റ് ഉണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു കഥയാണ്. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ഒരു കഥയല്ല, ഇത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഒരു ഇൻസിഡന്റ് എന്ന് വേണം പറയാം. ഒരു സംഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നമ്മുടെ നാട്ടിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ആ ഒരു സമയത്താണ് സംഭവം നടക്കുന്നത്. അപ്പം എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്താണ്. കോട്ടയത്ത് മീനച്ചിലാറിന്റെ കരയിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ക്യാമ്പിൽ പോയൊക്കെ താമസിക്കുന്നത്. അപ്പം ഈ ഒരു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് 2018 ഭയങ്കര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ഈ വെള്ളപ്പൊക്കത്തിന് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്കിനും നമ്മുടെ അവിടെ കറണ്ട് ഫുള്ള് കട്ട് ചെയ്യും. അതായത് നമ്മൾ റോഡ് ഫുള്ള് ബ്ലോക്ക് ആകും. റോഡ് ഫുള്ളും വെള്ളമായിട്ട് റോഡ് ഫുള്ളും ബ്ലോക്ക് ആകുന്നതുകൊണ്ട് ഈ ഒരു വെള്ളത്തിൽ കൂടെ മനുഷ്യർക്കാർക്കും അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഫുള്ള് കട്ടാക്കും. കറണ്ട് ഫുള്ള് കട്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഫുള്ള് നമുക്ക് വെട്ടം വെളിച്ചം ഒന്നും കാണത്തില്ല. അപ്പം ഈ എല്ലാ കൊച്ചു 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 വീടുകളായിരിക്കുമല്ലോ. അപ്പം ഈ കൊച്ചു 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 വീടുകളുടെ ചുറ്റോട് ചുറ്റും വെള്ളമായിരിക്കും. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണ്. അതായത് വീടിന്റെ ഫ്രണ്ട് വശം കണ്ടവും ബാക്കില് ആറുമാണ് വരുന്നത്, മീനച്ചിലാറുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ കുറച്ച് ത്രില്ലിംഗ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് ഫൈറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഫൈറ്റ് ഒക്കെ നിങ്ങളായിരിക്കും ഫൈറ്റ് എങ്ങനെ ഉണ്ടായത്? അതിന് ആരെങ്കിലും നിങ്ങളെ അടിക്കാൻ വന്നോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിചാരിക്കാത്ത ഒരാള് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിനകത്ത് കയറി. അങ്ങനെ നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ വെറുതെ നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കൊല്ലണം അല്ലേ? അപ്പൊ ഞാനങ്ങ് കൊന്നു അവനെ. അങ്ങനെ ഈ 2018 വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ വെള്ളം കേറി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കണക്കൂട്ടലുണ്ട്. വെള്ളം ഇപ്പൊ ഇവിടം വരെ വരും, ഇപ്പം നമ്മുടെ തിട്ടയുടെ അവിടം വരെ വരും, ഒരു സ്റ്റെപ്പിന്റെ അവിടം വരും. അങ്ങനെ നമുക്കൊരു അപ്പം മാക്സിമം നമുക്ക് അതുവരെയുള്ള വെള്ളപ്പൊക്കത്തിന് നമ്മുടെ വീടിനകത്തേക്ക് കയറിയിട്ടില്ല. എപ്പോഴും അങ്ങനെ ദിങ്ങനെ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇത്ര വെള്ളം. അപ്പം മഴയെന്ന് വെച്ച് കഴിഞ്ഞാല് നിൽക്കാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്കൊരു അറുതിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. പെയ്യുന്നു, ഒരു അഞ്ച് മിനിറ്റ് 2 സെക്കൻഡ്, അത് കഴിഞ്ഞ് പിന്നെയും പെയ്യുന്നു, പിന്നെ അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുന്ന സമയം. അപ്പം ഒരു വശത്തിൽ കൂടെ വെള്ളം കയറി വരുന്നു, ഒരു വശത്ത് കറണ്ട് ഇല്ല, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പെട്ടിരിക്കണം. അപ്പൊ എന്തായാലും രാത്രിയാകുമ്പോൾ നമ്മൾ എന്തായാലും ഉറങ്ങണമല്ലോ. അപ്പൊ നമ്മള് അപ്പൊ എൻ്റെ മനസ്സിൽ അപ്പം ഈ ഒരു വെള്ളത്തിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വീടിന്റെ ഭാഗത്തെ കണ്ടമായതുകൊണ്ട് തന്നെ അവിടെ പാമ്പുണ്ട്, പിന്നെ എന്തൊക്കെയാ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ആ കണ്ടത്തിനകത്ത്. അതുപോലെ ഈ ആറ്റിൽ നിന്നുള്ള ജീവികൾ, കഴുന്ന, അത് ഇത്. അപ്പൊ ഇതുങ്ങളെല്ലാം ഇങ്ങനെ എവിടെയാണ് ഒരു കര തേടി നടക്കുവാണ്. ഇതുങ്ങൾക്കെല്ലാം ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ കയറി ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കര തേടി ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോണാണ്. പക്ഷെ ഈ ഫോണൊക്കെ ഓൾറെഡി ചത്തു. ഫോണിനൊന്നും ചാർജ് ഇല്ലാതെ ഓൾറെഡി ഫോൺ ചത്തു. അപ്പം പിന്നെ ആകെപ്പാടുള്ളത് അമ്മയുടെ നോക്കിയയുടെ ഫോണാണ്. അതാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. അവിടെയാണ് ഈ നോക്കിയ എന്ന് പറയുന്ന ഈ ഫോണിന്റെ വില. നമ്മൾ ഓരോരുത്തരും എല്ലാ കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു നോക്കിയയുടെ ഫോൺ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഈ ഒരു ഫോണാണ് ഞങ്ങളെ ശരിക്കും രക്ഷിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയുന്നത്, ഓക്കെ അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഉറക്കത്തിന്റെ ഒരാളാണ് എൻ്റെ അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഉറങ്ങണം. ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് അങ്ങനെ കയറി കിടന്നങ്ങ് ഉറങ്ങാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഓക്കെ, എന്തെങ്കിലും ഒരു ജീവി, എന്തെങ്കിലും ഒരു പാമ്പോ ചേമ്പോ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം അമ്മ, ഞാൻ എല്ലാ 2 മണിക്കൂറിലും അലാറം വെച്ച് എണീറ്റിട്ട് മൊത്തത്തിലൊന്ന് നോക്കാം അന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ദൈവം ഉണ്ടല്ലോ, ദൈവം നമ്മളെ രക്ഷിക്കുന്നൊക്കെ അമ്മ പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് നമ്മള് ഹാളില് ഞാനും അമ്മയും അനിയത്തിയും കൂടെ ഞങ്ങളിങ്ങനെ മെത്തയെല്ലാം വിരിച്ച് ഹാളിലാണ് ഞങ്ങൾ അല്ലെങ്കിലും വെള്ളപ്പൊക്കം ഇല്ലാത്തപ്പോഴും ഞങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഇവിടെ കിടക്കാന്നും പറഞ്ഞ് കിടന്നു. അപ്പൊ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരിക്കുവാണ്, ഷീറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ ഒരു ഫോണിനകത്ത് എല്ലാ 2 മണിക്കൂറും അലാറം വെക്കുന്നു, എണീക്കുന്നു, ടോർച്ച് ഒഴിച്ച് മുകളിലെല്ലാം നോക്കുന്നു, അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, ഒന്നുമില്ല. പിന്നെ ഞാൻ മയങ്ങുന്നു. മനുഷ്യരല്ലേ, അപ്പൊ മയങ്ങിപ്പോവുമല്ലോ. അപ്പൊ ഇങ്ങനെ മയങ്ങുന്നു. അപ്പൊ ഞാൻ മയങ്ങാൻ പോകുമ്പം അമ്മയോട് പറയും, അമ്മ ഒന്ന് ശ്രദ്ധിച്ചോണേ അമ്മ. അപ്പൊ അമ്മ പറയും, മോനെ കുഴപ്പമില്ല, ദൈവം ഉണ്ടല്ലോ.
ദൈവം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ അമ്മേ, അമ്മ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ശ്രദ്ധിച്ചോളാം, ധൈര്യമായിട്ട് നീ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, അടുത്തത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ശരിയെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മയങ്ങി ഇങ്ങനെ വരുക. അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അതായത് ഈ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു സൗണ്ടാണിത്. അപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോണം, നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ഇപ്പൊ ഒരു പാമ്പ് എലീനെ പിടിക്കുമ്പോഴത്തേനും ഒരു സൗണ്ട് ഉണ്ട്. അതായത് എലി ഒരു ജീവൻ കിട്ടാതെ വരുമ്പോഴത്തേന് എലി ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ ഈ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിനും നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ, പാമ്പ് വന്നിട്ടുണ്ട്, എലീനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാകും. ആ ഒരു സൗണ്ട് വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ എനിക്ക് സൗണ്ട് പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത്, ഈ സൗണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ടോർച്ച് അടിച്ച് മുകളിലോട്ട് നോക്കുവല്ല, എന്റെ അത്ര ഉള്ളൊരു പാമ്പ്, എന്റെ അത്രയും തടിയും മിടുക്കും ഉള്ളൊരു മിടുക്കനായ ഒരു പാമ്പ് നമ്മുടെ പെരപ്പുറത്ത് ഇങ്ങനെ ചുറ്റി എന്നിട്ട് ഒരു എലീനെ കൊണ്ട് ഇതിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേളിൽ കറക്റ്റ് നമ്മൾ കിടക്കുന്നതിന്റെ തൊട്ട് മേളിലാണ് ഈ സംഭവം വരുന്നത്. അപ്പൊ എന്ത് ചെയ്ത്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനിയത്തിപ്ര കിടക്കുന്നു, അമ്മ ഇവിടെ കിടക്കുന്നു, ആരെ വിളിക്കണം, ആരെ എണീപ്പിക്കണം, ആർക്ക് സഹായത്തിന് വരും. നമ്മൾ ഒരുപാട് ബഹളം വെച്ചു. അന്നേരത്തേക്കിന് ഞാൻ എണീറ്റ് ബഹളം വെക്കുന്നു. എങ്ങനെയൊക്കെ നമുക്കൊരു ശക്തി വരുമല്ലോ നമുക്ക്, ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയും. നമുക്ക് പെട്ടെന്നൊരു ഒരു ശക്തി വന്നു. ആ ഒരു ശക്തിയിൽ ഞാൻ എങ്ങനെയോ എൻ്റെ അനിയത്തിനെ എടുത്ത് എങ്ങനെയോ കട്ടിലിന്റെ മുകളിൽ കയറ്റി, അമ്മ എങ്ങനെയോ ചാടി കട്ടിലിന്റെ മുകളിൽ കയറ്റി. അപ്പൊ എനിക്ക് കയറാൻ മാത്രം സ്ഥലമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഒരു കസേരയുടെ മുകളിൽ വലിഞ്ഞ് കയറി, പക്ഷെ ഞാൻ മറിഞ്ഞ് താഴെ വീണു. അപ്പൊ ഞാനും ഈ പാമ്പും, അപ്പൊ ഈ മേളിലിരുന്ന പാമ്പ് താഴെ വീണു. നമ്മുടെ ബഹളം കേട്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല, പാമ്പ് താഴെ വീണു വിത്ത് എലി. അപ്പൊ എലിയായിട്ട് പാമ്പ് താഴെ കിടക്കണം, ഞാൻ പാമ്പിന്റെ അടുത്ത് കിടക്കുകയാണ്. എന്റെ കാലിലാണ് ഒരു ചാർജർ ചുറ്റി കിടക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ പാമ്പ് എന്റെ കാലിൽ ചുറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് എനിക്കൊരു ശക്തിയൊക്കെ വരുക. അപ്പൊ എനിക്ക് എങ്ങനെയാലും ഇവരെ രക്ഷിക്കണം. എനിക്ക് ആരെ ഹെൽപ്പിന് വിളിക്കാൻ ആരും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം എനിക്കൊരു ഐഡിയ. അപ്പൊ ഈ പാമ്പിനെ കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ കൊല്ലുന്ന സ്കില്ല് ഞങ്ങളുടെ മാമൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പാമ്പിനെ എപ്പോഴും നമ്മൾ, ഇപ്പൊ പാമ്പിനെ കൊല്ലുന്നത് എന്താ, അത് നിയമവിരുദ്ധമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളെ ഇപ്പം നമ്മുടെ ജീവന് ഭീഷണിയായിട്ടൊരു സംഭവം നമ്മുടെ മുമ്പ് വരുവാണെങ്കിൽ നമുക്ക് കൊല്ലാം, കുഴപ്പമില്ല. അത് ഇത് കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇതായിരിക്കണം അതിന്റെ കമ്പിന്റെ ഭാഗം എന്ന് വെച്ചാൽ. അങ്ങനത്തെ രണ്ട് നീളമുള്ള കമ്പ്, കനവും നീളമുള്ള രണ്ട് കമ്പ് എപ്പോഴും നമ്മൾ വെച്ചിരിക്കണം. ഈ പാമ്പ് അഥവാ നമ്മൾ പിടിക്കാൻ വരുവാണെങ്കിൽ, നമ്മളെ വീട്ടിൽ കയറുവാണെങ്കിൽ നമുക്ക് കൊല്ലാനായിട്ട്. അപ്പൊ ഈ കമ്പ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി രണ്ട് കമ്പ് എടുത്തിട്ട് വന്നു. ഈ ഒരു നോക്കിയുടെ ഫോണിന്റെ ചെറിയൊരു വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായി ഈ പാമ്പ് എലീനെ വിട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പും കൊണ്ട് എപ്പോഴും നമ്മൾ പാമ്പിനെ കൊല്ലുമ്പോൾ പാമ്പിന്റെ തല ഇങ്ങനെ കുത്തിപ്പിടിക്കും. തല കുത്തിപ്പിടിച്ചിട്ട് മറ്റേ കമ്പും കൊണ്ട് അടിച്ചു കൊല്ലുക. അങ്ങനെ ഞാൻ അച്ചാലും മൂച്ചാലും ആ പാമ്പിനെ അടിച്ച് ഞാൻ കൊന്നിട്ട് ആ പാമ്പിനെ കുറെ പച്ചത്തെറി ഞാൻ വിളിച്ചു. എനിക്ക് അവിടെ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഈ പാമ്പിന്റെ അടുത്ത്. നീ ആരോട് ചോദിച്ചിട്ടാടാ പട്ടി ഞങ്ങളുടെ വീട്ടിൽ കയറി എന്നുള്ള ദേഷ്യം എനിക്ക് വന്നു. അങ്ങനെ അവനെ ഞാൻ അച്ചാലും മൂച്ചാലും അടിച്ച് അവനെ കൊന്നിട്ട് അവനെ 5-6 തെറി ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോഴല്ലേ പാമ്പ് ചെറിയൊരു പാമ്പല്ലായിരുന്നു, മുട്ടനൊരു പാമ്പായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് പാമ്പിനെ കൊന്നപ്പോ ഞാനങ്ങ് സാഡായിപ്പോയി. കാര്യം നമുക്ക് ആ ഒരു നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, ആര് സഹായത്തിന് വരാനില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ അനിയത്തിനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം ഞങ്ങളിന്ന് കരഞ്ഞു. ഞങ്ങളിങ്ങനെ കസേര നിന്ന് കരയുമ്പോഴത്തേനും അടുത്ത് ഒരു കൂർക്കം വലിക്കുന്ന ഒരു സൗണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എലിയുടെ സൗണ്ട് ആയിരിക്കും എന്ന്. വീണ്ടും ഞാൻ വിചാരിച്ചു വീണ്ടും എലി എങ്ങാനും വന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഈ കൂർക്കം വലിക്കുന്ന മറ്റാരുമല്ല, ഞങ്ങളുടെ അമ്മയാണ് കൂർക്കം വലിക്കുന്നത്. അതായത് ഈ പാമ്പ് ഒരു വയസ്സ് ചത്തു കിടക്കുന്നു, അതിന് തൊട്ടടുത്തായിട്ട് ഒരു പാവിരിച്ച് ഞങ്ങളുടെ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നു. എന്നിട്ട് അമ്മ ഞങ്ങളോട് പറയാണ്, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ ഉണർന്നിരിക്കുന്നത്, എന്തായാലും നേരം വിളിക്കട്ടെ. അതാണ് അമ്മയുടെ സ്പിരിറ്റ്. അപ്പം അതാണ് ഈ കഥയിൽ എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. 2 ഗുണപാഠങ്ങളാണ്. ഒന്ന്, ധൈര്യമായിട്ട് ഞങ്ങളുടെ അമ്മനെ പോലെ ധൈര്യമായിട്ട് ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അനുവാദം ഇല്ലാതെ ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അത്രയൊക്കെയുള്ളൂ പറയും. താങ്ക് യു.